Good morning. Good morning, Miss. Good morning. Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ ഇത്രയും വരെ? ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ? ഇത് തുടങ്ങി എടുക്കണം നമ്മള്. ഓക്കെയാണ്. സ്റ്റോക്ക് കൺട്രോൾ തുടങ്ങിയല്ലേ നമ്മൾ എടുക്കേണ്ടത്? ഓക്കെ. എന്താ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ സ്റ്റോക്ക് കൺട്രോള്? എന്തുദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വീട്ടില് ഇപ്പോ ചെലവ് ചുരുക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? എന്തൊക്കെ ചെയ്യും? അതല്ലേ സ്റ്റോക്ക് കൺട്രോൾ. നിങ്ങൾ സാധനങ്ങൾ അല്ലെ, പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട്? ആ ചെലവ് ചുരുക്കാൻ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യും ആ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം? മിനിമം യൂസ് ചെയ്യാം അല്ലെ. കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് ചെലവാക്കും അല്ലെ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും എന്താണ്? റേറ്റ് നോക്കി വാങ്ങിക്കും, കുറച്ച് യൂസ് ചെയ്യും. ഓക്കെ, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും നമ്മള് പല പല മെറ്റീരിയൽസ്, പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവിടെയൊക്കെ പല പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റോക്ക് കൺട്രോളിനെ ഇൻവെന്ററി കൺട്രോൾ എന്നും കൂടിയും പറയുന്നുണ്ട്. അടയാളപ്പെടുത്തി വെക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് സ്റ്റോക്ക് കൺട്രോളിന്റെ മറ്റൊരു പേരെന്ത് എന്നുള്ളത്. ഓക്കെ, 1 മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെന്ററി കൺട്രോൾ എന്ന് കൂടി പറയുന്നുണ്ട്. ഹോസ്പിറ്റലില് നമ്മള് എന്താണ് ഓരോ മെറ്റീരിയൽസും യൂസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നോക്കിയേ, നമുക്ക് നോക്കാം. സ്റ്റോക്ക് കൺട്രോൾ. What, when, how much to order, how much to store to make the purchasing and storage expenses at minimum is called inventory control. അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് ചോദിക്കാം. ഓക്കെ, എന്താണ്? What, when, how much to order, how much to store to make the purchasing and storage expenses at minimum. എന്താ പറയുന്നത്? വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സാധനം, ഹോസ്പിറ്റലില് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അത് എന്ത് സാധനമാണ്. ഇനി എന്താ പറയേണ്ടത് മോളെ? പറഞ്ഞു തുടങ്ങിയിട്ടില്ല മിസ്, പറഞ്ഞു തുടങ്ങുന്നുള്ളൂ കേട്ടോ. നോക്കിയേ, എന്താണ്? എന്ത് സാധനം. ഓക്കെ, വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഇനി വെൻ, എപ്പോൾ അല്ലെ, എപ്പോൾ, എന്ത് സാധനം എപ്പോൾ. ഹൗ മച്ച് ടു ഓർഡർ, എത്രത്തോളം അല്ലെങ്കിൽ എത്ര എണ്ണം ഓർഡർ ചെയ്യണം. ഇനി എന്താണ്? ഹൗ മച്ച് ടു സ്റ്റോർ, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം, മിനിമം ആക്കണം. അതാണ് എന്ത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? എന്ത് സാധനം എപ്പോൾ എത്ര എണ്ണം ഓർഡർ ചെയ്യണം, ഇനി എങ്ങനെയാണ്, എത്രത്തോളം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിങ്ങിനുമായിട്ട് വേണ്ടി വരുന്ന എക്സ്പെൻസസ് അത് എന്താക്കണം? മിനിമം ആക്കണം, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. കിട്ടിയോ? അത് എന്താണ്? ഇത്രയും മനസ്സിലാക്കാൻ എന്താണ്?
നമ്മളെ മെറ്റീരിയൽസിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ്, പർച്ചേസിനും സ്റ്റോറേജിനുമായിട്ട് വേണ്ടി വരുന്ന എക്സ്പെൻസസ് എന്താക്കുക, കുറയ്ക്കുക. അതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി എന്താണ്, ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ് മാനേജ്മെന്റ് which is used to sustain an economic investment in materials and product for the objectives of obtaining a maximum financial return. അപ്പോൾ ഇൻവെന്ററി കൺട്രോളിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് ഓഫ് ഒബ്റ്റെയിനിങ് a maximum financial return. ഇങ്ങനെ ഓരോ സ്റ്റോക്കിന്റെ ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താ ഉണ്ടാവാ, മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ. എന്ത് കിട്ടുന്നുണ്ട് നമുക്ക്, എന്താ കിട്ടുക, ഇങ്ങനെ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുമ്പോ ആവശ്യത്തിന് ഓക്കെ ഫിനാൻസ് കൂടും അല്ലെ, പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇൻവെന്ററി കൺട്രോളിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ആവശ്യത്തിന് മാത്രം ഓരോ മെറ്റീരിയൽസും ഓരോ ഡിപ്പാർട്ട്മെന്റും യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ ഒബ്റ്റെയിൻ ചെയ്യണം അല്ലെ. ഹോസ്പിറ്റലിന് എന്തുണ്ടാകുന്നുണ്ട്, അപ്പോ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ പാരഗ്രാഫ്? അപ്പോ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോക്ക് കൺട്രോളിങ്ങിനെ ഇൻവെന്ററി കൺട്രോൾ എന്നും കൂടിയും പറയുന്നുണ്ട്. എന്ത് സാധനം എപ്പോൾ, അതുപോലെ തന്നെ എന്താണ്, എത്ര എണ്ണം ഓർഡർ ചെയ്യണം, അതുപോലെ തന്നെ എത്രത്തോളം സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിങ്ങിനും സ്റ്റോറേജിനും വേണ്ടി വരുന്ന എക്സ്പെൻസസ് എന്താക്കണം, കുറയ്ക്കണം. അതാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇൻവെന്ററി കൺട്രോളിന്റെ മെയിൻ ലക്ഷ്യമായിട്ട് പറയുന്നത് എന്താണ്, ഒബ്റ്റെയിനിങ് എ മാക്സിമം ഫിനാൻഷ്യൽ റിട്ടേൺ. മാക്സിമം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം കൂടുതൽ നമുക്ക് കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ? എന്തൊക്കെ ഗോളുകളാണ് ഇൻവെന്ററി കൺട്രോളിനുള്ളത്? നോക്കിയേ, 4 തരത്തിലുള്ള ഗോൾസിനെ കുറിച്ചാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, provide supplies available when needed to maintain constant operation. എന്താണ് കോൺസ്റ്റന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാല്? കോൺസ്റ്റന്റ് എന്താ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിരന്തരമായ അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ടുള്ള അല്ലെ, നിരന്തരമായ. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓരോ നമ്മള് ഹോസ്പിറ്റലിൽ എന്താണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് എന്താണ് സ്റ്റോക്ക് അത്യാവശ്യമാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്റ്റോക്ക് അവർക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നിരന്തരമായ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യത്തിനുള്ള സാധനം മാത്രം അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാത്രം സപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് ഗോള്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നിരന്തരമായിട്ടുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം സപ്ലൈ ചെയ്ത് കൊടുക്കുക. കിട്ടിയോ അത്? ഇനി എന്താണ് സെക്കൻഡ് ആണ് പറയുന്നത്. സെക്കൻഡ് എന്താണ്, ടു ഹാവ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വെൻ റിക്വയർഡ് ത്രൂ റിഡക്ഷൻ ഓർ പർച്ചേസ്. എന്താ പറയുന്നത്, നമ്മൾ ഓരോ സ്റ്റോക്കും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യണം, പിശുക്കി യൂസ് ചെയ്യണം. ചെയ്യാറില്ലേ നമ്മള് വീട്ടിലൊക്കെ? എങ്ങനെയാണ് അമ്മമാരൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ അവര് ആവശ്യത്തിന് മാത്രം അല്ലെ പിശുക്കി, അല്ലെങ്കിൽ പറയുക അല്ലെ പിടിച്ച് ചെലവാക്കാൻ പറയാറില്ലേ? പറയാറുണ്ടാ നിങ്ങളോട്? അല്ലെങ്കിൽ നിങ്ങളാണ് വീട്ടമ്മമാരെന്ന് വിചാരിച്ചാൽ എന്താണ് നിങ്ങൾ ചെയ്യാറില്ലേ? ആ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് കുറച്ചു ദിവസത്തിന് കൂടി എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും.
എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് ഇവിടെയും പറയുന്നത് എന്താണ്, ഓരോ സാധനങ്ങളും എന്ത് ചെയ്യണം, പിടിച്ച് ചെലവാക്കുക, അല്ലെങ്കിൽ പിശുക്കി യൂസ് ചെയ്യുക. ക്ലിയർ ആയില്ലേ? പിന്നെ എന്താണ്, റീറ്റെയിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ ഓഫ് പോസിബിൾ. ഇനി നമ്മൾ എന്താണ്, നല്ല വലിയ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന മൂലധനം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, മിനിമം ലെവലിലേക്ക് ആക്കി മാറ്റണം. നമ്മളിപ്പോ വലിയ രീതിയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മിനിമം ലെവല്, ഇപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ വലിയ രീതിയിൽ വില കൊടുത്ത് വാങ്ങിക്കാതെ നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്കുള്ള പൈസ ഉള്ളത് എത്രയാണോ അതനുസരിച്ചിട്ട് കുറച്ച് ചെലവാക്കാനായിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അത് നടത്തുമ്പോൾ എന്താണ്, അതിന്റെ ചിലവ് എന്ന് പറയുന്നത് മിനിമം ലെവൽ ആക്കണം. ക്ലിയർ ആയോ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ മിനിമം ലെവൽ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും ഇൻവെന്ററി കൺട്രോള് സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മളൊരു സാധനം പ്രൊഡക്ഷൻ നടത്തി അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോൾ എന്താണ്, കൂടുതൽ ചിലവ് വരാറുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്ത്, സ്റ്റോക്ക് കൺട്രോൾ ചെയ്ത് വേണം അത് നടത്താൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻവെന്ററി കൺട്രോളിന്റെ ഗോൾസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും നിരന്തരമായ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ എന്താണ്, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സ്റ്റോക്കും പിടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഇനി എന്താണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് മിനിമം ലെവല്. എന്താണ് പറയുന്നത്, ക്യാപിറ്റൽ മൂലധന നിക്ഷേപം എന്നത് എന്താണ്, മിനിമം ലെവലാക്കി മാറ്റാനായിട്ട് നോക്കാം. ഇനി എന്താണ്, പ്രൊഡക്ഷൻ നടത്തുമ്പോഴും ഡിസ്ട്രിബ്യൂഷൻ നടത്തുമ്പോഴും എന്താണ് വരുന്നത്, ആ ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നത് അത് സ്ഥാപിക്കാനായിട്ട് നോക്കണം. ഇൻവെന്ററി കൺട്രോള് ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും പ്രൊഡക്ഷൻ നടത്താനായിട്ടും ഡിസ്ട്രിബ്യൂഷൻ നടത്താനായിട്ടും. ക്ലിയർ ആയോ? ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ. മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ട്രൈ ആണോ ഈ ഭാഗം? കിട്ടി? വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. സ്റ്റോക്ക് കൺട്രോളും ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോളും, അതിന്റെ അടിയിൽ ചെറിയൊരു പാരഗ്രാഫും കൂടി ഉണ്ട്, എന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ. ക്ലിയർ ആയി? ഇനി അതിന്റെ അടിയിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചു നോക്കിയേ. ഇഫ് ദർ ഈസ് നോ ഇൻവെന്ററി കൺട്രോൾ, അല്ലെ? ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം പറയാൻ പറ്റോ? ഇൻവെന്ററി കൺട്രോൾ ഇല്ല, ഇൻവെന്ററി നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല, എന്തൊക്കെ സംഭവിക്കാൻ പറ്റും? എന്തൊക്കെ സംഭവിക്കും? ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നഷ്ടം സംഭവിക്കും അല്ലെ? എങ്ങനെയൊക്കെ നഷ്ടം സംഭവിക്കും? ലോസ് ഉണ്ടാവും. ഓക്കെ, ഓവർ സ്റ്റോക്കിംഗ് അല്ലെ? എന്താ, നമ്മൾ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യും, ഓവറായിട്ട് സ്റ്റോക്കിംഗ് ചെയ്യും. അതുപോലെ എന്താണ്, അണ്ടർ സ്റ്റോക്കിംഗ് ചെയ്യാൻ പറ്റും അല്ലെ? ചിലപ്പോ കുറവ് നമ്മൾ പർച്ചേസ് ചെയ്യും, അണ്ടർ സ്റ്റോക്കിംഗ് ചെയ്യും. അതുപോലെ എന്താണ്, ലോസ് ഓഫ് മെറ്റീരിയൽസ്, എന്താണ്, ലോസ് സംഭവിക്കാം. ഓക്കെ, നോക്കിക്കോട്ടോ. If there is no inventory control, there will be no liability.
ഓവർ സ്റ്റോക്കിംഗ്, അടിയിൽ വരച്ചോളൂ കേട്ടോ, ഓവർ സ്റ്റോക്കിംഗ് ഓർ അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ്, ലോസ് ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര. അപ്പോ ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓവർ സ്റ്റോക്കിംഗ് സംഭവിക്കാം, അതുപോലെ എന്താണ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ലോസ് ഓഫ് മെറ്റീരിയൽസും സംഭവിക്കുന്നുണ്ട്, മെറ്റീരിയൽസ് നഷ്ടപ്പെടാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് നോ ഇൻവെന്ററി കൺട്രോളിൽ വരുന്നത്. ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാവുന്നുണ്ട്, അണ്ടർ സ്റ്റോക്കിംഗ് ഉണ്ടാവുന്നുണ്ട്, ലോസ് ഓഫ് മെറ്റീരിയൽസും സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിലീസസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താ പറയുന്നത്? ഇതൊരു നല്ലൊരു പ്രവർത്തന ചെലവ് വരുന്ന കാര്യമാണ് അല്ലെ. നമ്മള് സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് ഇൻവെന്ററി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ നമുക്ക് ചെലവ് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്താണ്? റിസർവ് സ്റ്റോക്ക് ഓർ ബഫർ സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്കിനെ ബഫർ സ്റ്റോക്ക് എന്നും കൂടി പറയുന്നുണ്ട്. റിസർവ് സ്റ്റോക്ക് ഈസ് ഓൾസോ നോൺ ആസ്, ക്വസ്റ്റ്യൻ വരാം, എന്താണ് ബഫർ സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കരുതൽ സ്റ്റോക്ക് അല്ലെ. ഇപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മമാരൊക്കെ എന്താണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ ഡെപ്പിയിലാക്കി വെക്കാറുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ്? കരുതി വെക്കാറുണ്ടല്ലേ. ഇപ്പൊ എന്തെങ്കിലും എന്താണ് നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ വേറെ വല്ല റിലേറ്റീവോ ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട്. ഓക്കെ, റിലേറ്റീവ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മള് കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്? അരിയൊക്കെ എടുത്ത് വെച്ച് അവർക്ക് കൊടുക്കാറില്ലേ? അങ്ങനെയാണോ ചെയ്യാറ്? അല്ലെങ്കിൽ അപ്പൊ പോയി വാങ്ങിക്കോ നിങ്ങള് സാധനങ്ങൾ കടയിൽ നിന്ന്? എങ്ങനെയാ ചെയ്യാറ്? കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് അവര് വരുമ്പോ ചെലവാക്കാറുണ്ട് അല്ലെ. ഒരുമിച്ച് വാങ്ങിച്ചിട്ട് കരുതി വെക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് റിസർവ് സ്റ്റോക്ക്. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരുതൽ സ്റ്റോക്ക് കേട്ടോ. ഈസ് ദ സ്റ്റോക്ക് കെപ്റ്റ് ടു പ്രൊവൈഡ് അൺസർട്ടനിറ്റി ഇൻ കൺസ്യൂമിംഗ് റേറ്റ് ഓർ ലീഡ് ടൈം ഓഫ് ദ മെറ്റീരിയൽ. എന്താ പറയുന്നത്? അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺസർട്ടനിറ്റി നമുക്ക് തീർച്ചയില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ തീർത്തും പറയാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലെ. ഉറപ്പില്ലാത്ത, ഓക്കെ, നമുക്ക് തീർത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരുമിച്ച് കരുതി നമുക്ക് സ്റ്റോക്ക് വെക്കാറുണ്ടല്ലേ. ഒരു മാസത്തേക്കൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസത്തേക്ക് വെക്കുമ്പോ ആ മെഡിസിന് മാത്രം കൂടുതൽ പേഷ്യൻസ് ആ മാസം ആ മന്തില് കൂടുതൽ പേഷ്യൻസ് വന്ന് ആ മെഡിസിൻസ് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര മാസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ നമുക്ക്? ആ മെഡിസിന് ഇല്ല. കാരണം എന്താണ്? നമുക്ക് കൂടുതൽ പേഷ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ കൺസ്യൂമിങ് റേറ്റ്, ഉപയോഗിക്കുന്ന റേറ്റ് അല്ലെ, ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന റേറ്റ് ഹൈ ആകുന്നുണ്ട്. അപ്പൊ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല എത്ര മാസത്തേക്ക് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ മെഡിസിൻ ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോ നമുക്ക് തീർത്തും പറയാനായിട്ട് പറ്റില്ല. അതാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന കൺസ്യൂമിങ് റേറ്റ്, ആ മെഡിസിൻ ഉപയോഗിക്കുന്ന കൺസ്യൂമിങ് റേറ്റ് എന്താണ്? ഹൈ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? തീർത്തും പറയാൻ പറ്റില്ല. ഇനി എന്താണ്? ഒരു ലീഡ് ടൈം അല്ലെ. നമ്മളിപ്പോ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഒരു മെഡിസിൻസ് ഓർഡർ കൊടുത്തു, അത് വരുന്നത് വരെ ഇപ്പൊ എന്താണ് നമുക്ക് കാത്തു നിൽക്കാൻ പറ്റുമോ? പേഷ്യൻസ് ഒക്കെ വരുമ്പോ എന്താണ്? ആ മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ ആ ലീഡ് ടൈം, ഒന്ന് ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോ ആ ലീഡ് ടൈം ചിലപ്പോൾ കൂടുതൽ സംഭവിക്കാം, കൂടുതൽ വേണ്ടി വരാം ടൈം നമ്മുടെ കയ്യിൽ എത്താനായിട്ട്. അപ്പൊ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസർവ് സ്റ്റോക്കിൽ നിന്ന് നമ്മൾ മെഡിസിൻസ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ മെഡിസിൻ സ്റ്റോർ ചെയ്ത് പേഷ്യൻസിന് സപ്ലൈ ചെയ്ത് കൊടുക്കും. അതാണ് ലീഡ് ടൈം. ലീഡ് ടൈമും കൂടുതലായിട്ട് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുതി വെച്ച സ്റ്റോക്കിൽ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? കൺസ്യൂമിങ് റേറ്റ് ഹൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല അല്ലെ.
തീർച്ചപ്പെടുത്താൻ പറ്റില്ല ഇത്ര മാസത്തേക്ക് ആ മെറ്റീരിയൽസ് ഉണ്ടാകും, യൂസ് ചെയ്യാൻ പറ്റും എന്ന് തീർത്തും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. എന്താ പറയേണ്ടത്? ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കരുതി വെച്ച സ്റ്റോക്ക് അല്ലെങ്കിൽ കരുതൽ സ്റ്റോക്ക് എന്നാണ് റിസർവ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്കിനെ പറയുന്നത്. ഇനി റിസർവ് സ്റ്റോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ ബഫർ സ്റ്റോക്ക്. ക്വസ്റ്റ്യൻ വരാം എന്താണ് ബഫർ സ്റ്റോക്കിന്റെ മറ്റൊരു പേര് എന്താണ്, അല്ലെങ്കിൽ റിസർവ് സ്റ്റോക്കിന്റെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളത് കേട്ടോ. ഇനി എന്താണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മള് പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ ഡെപ്പിയിലാക്കി കരുതി വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ വീട്ടിലെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലൊക്കെ വരുമ്പോ അതിൽ നിന്ന് യൂസ് ചെയ്യാൻ അല്ലെ. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലായാലും ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും, റിസർവ് ചെയ്ത്. ഇപ്പൊ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ റിസർവ് ചെയ്ത് വെക്കാറുണ്ട്. മെഡിസിൻസ് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മെഡിസിൻസ് പറഞ്ഞതാണ് കേട്ടോ. മറ്റു മെറ്റീരിയൽസും മെഡിസിൻസ് ആയാലും എന്ത് ചെയ്യുന്നുണ്ട്? അവര് റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്, കരുതി വെക്കാറുണ്ട്. ഇപ്പോ നമ്മള് ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് ഒട്ടും തീർത്ത് പറയാൻ പറ്റില്ല ഇത്ര മാസത്തേക്ക് ആ മെഡിസിൻ ഉണ്ടാകും എന്നുള്ളത്. ഒരു മാസത്തേക്ക് വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാസത്തില് ആ മെഡിസിന് കൂടുതൽ പേഷ്യൻസ് വരികയാണെങ്കിൽ എന്താണ്? ആ മെഡിസിൻസ് തീർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? തീർച്ചപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ 2 മാസം ഉണ്ടാവാം, ചിലപ്പോ 1 മാസത്തേക്ക് മാത്രമായിരിക്കാം അവിടെ ആ മെഡിസിൻ ഉണ്ടാകുന്നത്. അങ്ങനെ മെഡിസിൻ ഇല്ലാതെ വന്നാൽ എന്താണ്? നമ്മൾ റിസർവ് ചെയ്ത് വെച്ച സ്റ്റോക്കിൽ നിന്നും എടുത്ത് സ്റ്റോർ ചെയ്ത് പേഷ്യൻസിന് നമ്മള് സപ്ലൈ ചെയ്ത് കൊടുക്കും. കിട്ടിയോ? അതാണ് കൺസ്യൂമിംഗ് റേറ്റ്. കൺസ്യൂമിംഗ് റേറ്റ് ഉപയോഗിക്കുന്ന റേറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? റിസർവ് സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് അത് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ലീഡ് ടൈം. ലീഡ് ടൈം അറിയാലോ, നമ്മൾ ഓർഡർ കൊടുത്ത് അത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ടൈമാണ് ലീഡ് ടൈം. അപ്പൊ ലീഡ് ടൈം ഒക്കെ കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെഡിസിൻസോ ഉണ്ടാവില്ല അല്ലെ. ലീഡ് ടൈം നമ്മുടെ കയ്യിൽ എത്താനായിട്ട് കൂടുതൽ നേരം പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ റിസർവ് ചെയ്ത സ്റ്റോക്കിൽ നിന്ന് എടുത്ത് നമ്മൾ കൊടുക്കുന്നു. ക്ലിയർ ആയോ സുഷ? ഓക്കെ ആണോ? ലീഡ് ടൈമും കിട്ടിയോ, കൺസ്യൂമിംഗ് റേറ്റും കിട്ടി? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ലീഡ് ടൈമും കൺസ്യൂമിംഗ് റേറ്റും ബഫർ സ്റ്റോക്ക് എന്താണെന്നുള്ളത് ഓക്കെ ആണോ? ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, റീ ഓർഡർ ലെവൽ ഓർ റീ ഓർഡർ പോയിന്റ്. അടിയിൽ വരച്ചു വെക്കാട്ടോ. റീ ഓർഡർ ലെവലിനെ പറയുന്ന മറ്റൊരു പേരുണ്ട് റീ ഓർഡർ പോയിന്റ്. Reorder level is also known as reorder point. Is the stock level of any item in economic order quantity terms that can be disposed of so that the order can arrive in time to keep away from stock out. ഇനി നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പലചരക്ക് സാധനങ്ങൾ നമ്മളെ വീട്ടിൽ വാങ്ങുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളിപ്പോ വെളിച്ചെണ്ണ തീരുമ്പോഴാണ് നിങ്ങൾ പറയാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തീരുമ്പോഴാണ് നിങ്ങൾ പോയി വാങ്ങിക്കാറ്? അങ്ങനെയാണോ? അല്ല. പിന്നെ എന്ത് ചെയ്യും നിങ്ങള്? എന്താ ചെയ്യാ? തീരുടെ മുമ്പ് ഇപ്പൊ വീട്ടിൽ ആരാണോ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപ്പൊ പറയോ അല്ലെ, ഇങ്ങനെ തീരാറായി, ഇത് വാങ്ങിക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വാങ്ങിക്കണം, പഞ്ചസാര വാങ്ങിക്കണം എന്ന് പറയോ അല്ലെ. അപ്പൊ ഇവിടെയും എന്താണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്? എന്താണ്? മെറ്റീരിയൽസ് എപ്പോഴും എന്താണ്? സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റീഓർഡർ ക്രമീകരിക്കണം. സ്റ്റോക്ക് തീരാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാകുമ്പോ അത് ക്രമീകരിക്കണം. അതാണ് റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താ റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് തന്നെ സ്റ്റോക്ക് റീഓർഡർ ചെയ്ത് അത് ക്രമീകരിക്കണം. കിട്ടിയില്ലേ? ആ പാരഗ്രാഫ് മനസ്സിലായോ? എന്താ പറഞ്ഞത് നമ്മള്? ഇൻവെന്ററി കൺട്രോൾ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടാകുന്നുണ്ട്, അണ്ടർ സ്റ്റോക്കിംഗ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ മെറ്റീരിയൽസ് നഷ്ടപ്പെടാം. ഇനി എന്താ പറഞ്ഞത്? റിസർവ് സ്റ്റോക്ക് അല്ലെ. റിസർവ് സ്റ്റോക്കിനെ ബഫർ സ്റ്റോക്ക് എന്നും കൂടി പറയുന്നുണ്ട്. കരുതൽ സ്റ്റോക്ക്. നമുക്ക് എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ
മെഡിസിൻസ് ഒക്കെ 1 month യൂസ് ചെയ്യാൻ പറ്റും എന്ന് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് കൂടുതൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് അവിടെ തീർന്നു പോകാം. അതുപോലെ എന്താണ് ലീഡിങ് ടൈം കുറെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർവ് ചെയ്ത സ്റ്റോക്കിൽ നിന്ന് നമ്മൾ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കും. കിട്ടിയോ? അത് കൺസ്യൂമിംഗ് റേറ്റും ലീഡ് ടൈമും. മനസ്സിലായില്ലേ? ലീഡ് ടൈമും കൺസ്യൂമിംഗ് റേറ്റും ഹൈ ആകുമ്പോൾ എന്താണ്? ബഫർ സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓരോ മെറ്റീരിയൽസും അല്ലെങ്കിൽ മെഡിസിൻസ് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് നമ്മള് അത് എന്ത് ചെയ്യണം? റീഓർഡർ ചെയ്തിട്ട് സ്റ്റോക്ക് റീഓർഡർ ചെയ്ത് ക്രമീകരിക്കേണ്ടതുണ്ട്. അതാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. വീട്ടിലത്തെ സാഹചര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ എന്താണ് വീട്ടിൽ ഇപ്പൊ പലചരക്ക് സാധനങ്ങള് തീർന്നു കഴിയുമ്പോഴല്ലോ പറയാറ്, തീരുന്നതിന് മുൻപ് ഇത് തീരാറായിട്ടുണ്ട്, ഇത് വാങ്ങിക്കണം എന്ന് പറയും അല്ലെ. സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഓരോ റീഓർഡർ ലെവൽ എന്ന് പറയുമ്പോ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം, റീഓർഡർ ചെയ്ത് വെക്കണം. ക്ലിയർ ആയില്ലേ? ഈ നോക്കിയേ, kinds of order that is placed. 3 രീതിയിൽ നമുക്ക് ഓർഡറുകള് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നടത്താൻ പറ്റും. ഏതൊക്കെയാണ്? സൈക്ലിക്കൽ ഓർഡർ എന്നാക്കണം കേട്ടോ. അവിടെ സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. തിരുത്തിയോ എല്ലാവരും? cyclical order system. Okay, this system is the fixed interval order of the periodic review system. അപ്പോ ഇത് cyclical order system എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള സാധനങ്ങള് കൃത്യമായി ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ, അവിടെ ആ ഫിക്സഡ് ഇന്റർവെൽസ് എന്നുള്ളത് ഒന്ന് അടിയിൽ വരച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോ ഇത് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇന്റർവെൽ. മാർക്ക് ചെയ്തോ? ഫിക്സഡ് ഇന്റർവെൽ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായി ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ, ചിലപ്പോ എന്താണ് 1 വീക്കോ അല്ലെങ്കിൽ 1 മന്തോ കൂടുമ്പോഴോ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ ചെയ്യേണ്ടതാണ്. അതാണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. ഒരു ഫിക്സഡ് ഇന്റർവെല്ലിൽ ഉണ്ടാവും. ചിലപ്പോ ഒരാഴ്ചയോ അല്ലെ ചിലപ്പോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ കൂടുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്കുകൾ നമ്മള് എടുത്ത് അല്ലെ ഓർഡർ ചെയ്ത് വെക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം. കിട്ടിയോ? അത് എന്താണ് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃത്യമായി ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ 1 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് 1 വീക്ക് കൂടുമ്പോഴോ എന്ത് ചെയ്യുന്നുണ്ട്? അവരിൽ നിന്ന് ഓർഡർ എടുക്കുന്നു. അതിനെയാണ് നമ്മള് സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയാ? മനസ്സിലായോ? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം കൃത്യമായിട്ടുള്ള ഒരു ഫിക്സഡ് ഇന്റർവെൽസ് ഉണ്ടാവും. ആ ഇന്റർവെൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ എടുക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എന്താണ്? ഫിക്സഡ് ക്വാണ്ടിറ്റി അല്ലെ. എന്താണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം? ആ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ എന്തായിരിക്കും? ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലെ. കിട്ടിയില്ലേ അത്? അപ്പൊ അവിടെ വരച്ചു വെക്കേണ്ടത് ഫിക്സഡ് ക്വാണ്ടിറ്റി. അടിയിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റത്തില് ഫിക്സഡ് ക്വാണ്ടിറ്റി എന്നുള്ളത് അടിയിലൊന്ന് വരച്ചു വെക്കാം കേട്ടോ. നോക്കിയേ, ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിംഗ് fixed quantities at different intervals. എന്താണ്? പല പല ഇടവേളകളിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീസില് ഓർഡർ ചെയ്തു വരുന്നു. അതാണ് ഇത് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഡർ ചെയ്യുന്നുണ്ട്. ഈ ഫിക്സഡ് ക്വാണ്ടിറ്റിയിൽ എന്താ പറയുന്നത്? ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയിൽ നമ്മള്
ഓർഡർ ചെയ്യുന്നു. പല പല ഇന്റർവെൽസില്, ഡിഫറെന്റ് ഇന്റർവെൽസില് ഫിക്സഡ് ക്വാണ്ടിറ്റിയില് ഓർഡർ ചെയ്യുന്നു. കിട്ടിയില്ലേ അത്? മനസ്സിലായോ? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം, ഫിക്സഡ് ക്വാണ്ടിറ്റി മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, ടു ബിൻ സിസ്റ്റം. എന്താണ് ടു ബിൻ സിസ്റ്റം? നോക്കിയേ, when the items cannot be measured on the basis of any pre-agreed value or term, the order will be placed on the basis of logical reasoning after inquiring the volume container in the containing box. എന്താണ് പറയുന്നത്? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ആ പൗഡർ കണ്ടിട്ടുണ്ടോ നിങ്ങള്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ വൈറ്റ് കളറില്. അതുപോലെ എന്താണ് ഗാസ് എന്ന് പറഞ്ഞിട്ട് ഒരു തുണി, നമ്മളിപ്പോ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്ന ഒരു വൈറ്റ് തുണി അറിയോ നിങ്ങൾക്ക്? കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. വൈറ്റ് തുണി. അതുപോലെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യുന്ന പൗഡർ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ, അതൊക്കെ എന്താണ്, നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താണ്, ചില മെറ്റീരിയൽസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോ പൗഡർ ഒക്കെ പറയാന്നുണ്ടെങ്കിൽ ചിലപ്പോ അര പാക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പാക്കറ്റ് ആണ്, കാല് പാക്കറ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ തുണി ആയാലും, നമ്മൾ കവർ ചെയ്യുന്ന വൈറ്റ് തുണി ആയാലും അത് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് എന്തെന്ന് പറയണത്, എന്താ പറയുന്നത്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ ഉണ്ട്. നിങ്ങള് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റൂ കേട്ടോ. ഒരു വൈറ്റ് കളറ് കണ്ടിട്ടുണ്ടോ എല്ലാവരും? ചിലവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വൈറ്റ് കളറ് പൗഡർ, അതുപോലെ തന്നെ ഇപ്പോ എന്താണ് മുറിവൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന ഒരു വൈറ്റ് കളർ തുണിയില്ലേ, അങ്ങനെ ആ തുണിയാണ് ഗാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ തുണിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റും ഇത്ര എണ്ണുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഉണ്ട് എന്നുള്ളത്. പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്രയും ഉണ്ട് എന്നുള്ളത്. പൗഡർ ആയാലും എന്താണ്, ഭാഗം അല്ലെങ്കിൽ പാക്കറ്റ് അല്ലെങ്കിൽ അര പാക്കറ്റ് ഉണ്ട് അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ എത്ര ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ചില മെറ്റീരിയൽസ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നുണ്ട്, അതുള്ള ബോക്സിൽ എത്രത്തോളം വോളിയം ഉണ്ട്, ബാക്കിയുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലെ. ഭാഗം അല്ലെങ്കിൽ അരഭാഗമുണ്ട് എന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയോ? അതാണ് എന്തെന്ന് പറയുന്നത്, ടു ബിൻ സിസ്റ്റം എന്ന് പറയുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് പഠിച്ചത്. കൈൻഡ്സ് ഓഫ് ഓർഡർ ദാറ്റ് ഈസ് പ്ലേസ്ഡിൽ വന്നത്. നമുക്ക് 3 തരത്തിൽ ഓർഡർ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഏതാണ് സിയ പറയേണ്ടത്? ലാസ്റ്റത്തെ ആണോ? ലാസ്റ്റ് എന്താ പറയുന്നത്? നമുക്ക് ചില ഓക്കെ പറയാം. ചില ഐറ്റംസ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണം എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ, അതുപോലെ മുറിവിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ വൈറ്റ് കളർ തുണിയൊക്കെ നമുക്ക് എന്താണ്, അതൊന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഓർഡറൊക്കെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോ പാക്കറ്റ് അല്ലെങ്കിൽ അര പാക്കറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോ എന്താ പറയുന്നത്, ഇതിലെ ചില ഐറ്റംസ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അതുള്ള ബോക്സിൽ എത്രത്തോളം വോളിയം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബാക്കിയുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ, ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്, പൗഡർ ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ ആണെങ്കിൽ എന്താണ്, ഭാഗമുണ്ട് അല്ലെങ്കിൽ അരഭാഗമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്താണ് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഈ ടു ബിൻ സിസ്റ്റത്തിൽ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നോക്കിയേ, 3 രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാം അല്ലെ. എന്താണ്, എന്തൊക്കെയാ പറഞ്ഞത്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം,
സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റം ഉണ്ട്, ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം ഉണ്ട്, ടു ബിൻ സിസ്റ്റം ഉണ്ട്. സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തിൽ എന്താ പറഞ്ഞത്? സൈക്ലിക്കൽ ഓർഡർ സിസ്റ്റത്തില് എന്താ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഒരു ഫിക്സഡ് ഇന്റർവെൽസിൽ ഓർഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് ഫിക്സഡ് ക്വാണ്ടിറ്റി സിസ്റ്റം അല്ലെ? എന്താണ് ഡിഫറെന്റ് ഇന്റർവെൽസിൽ പല പല കാലയളവില് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്നത് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇനി ടു ബിൻ സിസ്റ്റത്തിൽ എന്താ പറഞ്ഞത്? നമ്മള് ചില ഐറ്റംസ് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അതിന് എക്സാമ്പിൾ ആണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ, ഗാസ്, ആ തുണി നമ്മൾ കവർ ചെയ്യുന്ന മുറിവിനൊക്കെ കവർ ചെയ്യുന്ന വൈറ്റ് കളർ തുണികൾ. അപ്പൊ അതൊക്കെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഒരു ഇപ്പൊ പൗഡറൊക്കെ ആണെങ്കിൽ എന്താണ് കാഭാഗമുണ്ട്, അല്ലെങ്കിൽ അരഭാഗമുണ്ട്, അര പാക്കറ്റ് ഉണ്ട്, അങ്ങനെയുള്ള ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് ടു ബിൻ സിസ്റ്റം. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറേജ്. അപ്പൊ നമ്മള് ഇപ്പൊ വീട്ടിലൊക്കെയാണ് പല പല സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പല രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യും അല്ലെ? അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലായാലും നമ്മള് ഓരോ ഡിഫറെന്റ് സാധനങ്ങൾ, ഡിഫറെന്റ് ഐറ്റംസ്, ഡിഫറെന്റ് മെറ്റീരിയൽസ് പല രീതിയിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ് ഫസ്റ്റ് വൺ? ബൾക്ക് സ്റ്റോറേജ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഏതൊക്കെയാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ വരാം? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയില് ഹോസ്പിറ്റലിൽ വരുന്നത് എന്താണ് A4 ഷീറ്റുകള്, പേപ്പേഴ്സുകള്, ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, റെക്കോർഡ്സ് ഒക്കെ. ഇനി എന്താണ് ഷെൽഫ് സ്റ്റോറേജ്. ഷെൽഫിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെ ബിൻ സ്റ്റോറേജ്. നിങ്ങള് ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെ സ്റ്റോറേജ് ഉണ്ട്? ബൾക്ക് സ്റ്റോറേജ് ഉണ്ട്, ഷെൽഫ് സ്റ്റോറേജ് ഉണ്ട്, അങ്ങനെ അതിനൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഷെൽഫിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ബിന്നിൽ എന്താണ് പല ബോക്സുകളിലാക്കി വെക്കാറുണ്ട് അല്ലെ? അതുപോലെ പല കണ്ടെയ്നറുകളിലാക്കി വെക്കാറുണ്ട് നമ്മുടെ സാധനങ്ങള്. ഇനി എന്താണ് ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ്. ഫ്രിഡ്ജ്, അതുപോലെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് ആണ്. ഇനി എന്താണ് ഇവാപൊറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്. സ്പിരിറ്റ് അല്ലെ? എന്താണ് ഇവാപൊറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന സാധനങ്ങൾ അല്ലെ? ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സ് ആണ്. ഓക്കെ, സ്പിരിറ്റ്, അതുപോലെ എന്താ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അതിൽ വരുന്നത്. ഇനി എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽ സ്റ്റോറേജ്. എക്സാമ്പിൾ മെർക്കുറി, സിഡെക്സ്. സിഡെക്സ് എന്താ? ഡെറ്റോള്, ഫിനോയില്, അങ്ങനെയുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ മെറ്റീരിയൽസിന്റെ എന്താണ് ആന്റിസെപ്റ്റിക് ലിക്വിഡിന്റെ ബ്രാൻഡ് നെയിം ആണ് സിഡെക്സ് എന്ന് പറയുന്നത്. സിഡെക്സിന്റെ എക്സാമ്പിൾ എന്തായിട്ട് വരും? ഡെറ്റോള്, ഫിനോയില്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് സിഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സിഡെക്സ് എന്ന് പറയുന്നത് ആന്റിസെപ്റ്റിക് ലിക്വിഡ്സിന്റെ ബ്രാൻഡ് നെയിം ആണ്. ഇനി എന്താ വോളാറ്റൈൽ. ഈസിലി ഇവാപൊറേറ്റഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. ഇപ്പൊ നോർമൽ ടെമ്പറേച്ചറില് ഇരുന്നാൽ പോലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങൾ. അതെങ്ങനെയാണ്? നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാലും അതിവേഗം വാതകമായിട്ട് മാറുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? അറിയാൻ പറ്റുമോ? ക്ലോറോഫോം, അതുപോലെ എന്താണ് ആൽക്കഹോൾ. ഓക്കെ, വോളാറ്റൈലിന് കേട്ടോ. അതിവേഗം എന്താണ്? നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാലും അതിവേഗം വാതകമായിട്ട് മാറുന്ന സാധനങ്ങളാണ് വോളാറ്റൈൽ വരുന്നത്. ക്ലോറോഫോം ഉണ്ട്, ആൽക്കഹോള്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. എന്തൊക്കെയാണ്? ബൾക്ക് സ്റ്റോറേജില് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതുപോലെ ഷെൽഫിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പല പല ബോക്സിലും കണ്ടെയ്നറുകളിലും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു.
അതാണ് ബിൻ സ്റ്റോറേജ്. ടെക്നിക്കൽ എൻവയോൺമെന്റ് സ്റ്റോറേജ് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടേഴ്സ് വരും, അതുപോലെ ഫ്രിഡ്ജ്, അങ്ങനെയുള്ള ഐറ്റംസുകള്. പിന്നെ എന്താണ്? ഇവാപൊറേറ്റീവ് ലിക്വിഡ് സ്റ്റോറേജ്, പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന ലിക്വിഡ്സുകള്, സ്പിരിറ്റ്, ഉദാഹരണം സ്പിരിറ്റ്. ഇനി എന്താണ്? ഡേഞ്ചറസ് മെറ്റീരിയൽസ്, മെർക്കുറി, സിഗ്നസ്. ഇനി വോളാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ പെട്ടെന്ന് വാതകമായിട്ട് മാറുന്ന സാധനങ്ങള്. അതിന് ഉദാഹരണം എന്തൊക്കെയാ പറഞ്ഞത്? ക്ലോറോഫോം ഉണ്ട്, ആൽക്കഹോള്. കിട്ടിയോ? മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് സ്റ്റോർ ഇൻ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലില് പലതരത്തിലുള്ള സ്റ്റോറുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡ്രഗ് സ്റ്റോർ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡ്രഗ് സ്റ്റോർ ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? മെഡിസിൻസുമായിട്ടല്ലേ? ഓക്കെ. അപ്പൊ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡ്രഗ് സ്റ്റോർസ്. ഇനി എന്താണ്? സർജിക്കൽ സ്റ്റോർസ്. സർജറി ഐറ്റംസുകളുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ. ഇനി എന്താണ്? അനസ്തെറ്റിക് സ്റ്റോർ അല്ലെ? അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറ്. കിച്ചൺ സ്റ്റോർ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിച്ചൺ സ്റ്റോർ? വെരി ഗുഡ്. ഡയറ്ററി സർവീസുമായിട്ട് ബന്ധപ്പെട്ടത്. ലിനൻ സ്റ്റോർ എന്താ? ലിനൻ വെരി ഗുഡ്. ക്ലോത്തുമായിട്ട്, ഡ്രസ്സുമായിട്ട് അല്ലെങ്കിൽ ക്ലോത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ലിനൻ സ്റ്റോർ. ജനറൽ സ്റ്റോർ എന്തായിരിക്കും? ഹോസ്പിറ്റലില് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടുന്ന സ്റ്റോറാണ് എന്ത്? ജനറൽ സ്റ്റോർ. ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഉൾപ്പെടുന്ന സ്റ്റോറ്. കിട്ടിയില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലില് യൂസ് ചെയ്യുന്ന സ്റ്റോറ്. ഏതൊക്കെയാണ് ഹോസ്പിറ്റലിലെ ടൈപ്സ് ഓഫ് സ്റ്റോഴ്സിൽ വരുന്നത്? ഡ്രഗ് സ്റ്റോർ ഉണ്ട്, സർജിക്കൽ സ്റ്റോഴ്സ് ഉണ്ട്, അനസ്തെറ്റിക് സ്റ്റോഴ്സ് ഉണ്ട്, കിച്ചൺ സ്റ്റോഴ്സ് ഉണ്ട്, ലിനൻ സ്റ്റോഴ്സ് ഉണ്ട്, ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്. ഓക്കെ. നമുക്കറിയാം ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഡ്രഗ് സ്റ്റോർ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത്, സർജറി ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത്, അനസ്തെറ്റിക് അറിയാലോ, അനസ്തേഷ്യയുമായിട്ട് ബന്ധപ്പെട്ടത്, കിച്ചൺ എന്താണ്? ഡയറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടത്, ലിനൻ എന്താണ്? ക്ലോത്തുമായിട്ട് ബന്ധപ്പെട്ടത്, ജനറൽ സ്റ്റോഴ്സ് എന്താണ് വരുന്നത്? ഹോസ്പിറ്റലിൽ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഉള്ള സ്റ്റോറിനെയാണ് ജനറൽ സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോ ടൈപ്സ് ഓഫ് സ്റ്റോഴ്സും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചിലപ്പോ ഓഡ് വൺ ഏതാണ് എന്നുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ. സിറ്റുവേഷൻസ് ഓഫ് സ്റ്റോഴ്സ്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ എന്നാക്കണം കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോഴ്സ്. നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSSD, അതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി, അങ്ങനെയൊക്കെ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചപ്പോ അവരുടെ ലൊക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചില്ലേ? അതുപോലെ ഇവിടെയും എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റോറുകളുടെ ലൊക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. കിട്ടിയോ? അത് ലൊക്കേഷൻ കിട്ടിയോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ആക്കിയോ? ഓക്കെ. അപ്പൊ ലൊക്കേഷൻ എങ്ങനെയാണ്, ഓരോ സ്റ്റോഴ്സിന്റെയും ലൊക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കിയേ, ക്ലോസ്നെസ് ടു ദ യൂസർ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറ്, ആ ഡിപ്പാർട്ട്മെന്റിന് അടുത്തായിരിക്കണം എന്നാ പറയുന്നത് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് യൂസ് ചെയ്യുന്നത് അതിന്റെ അടുത്തായിരിക്കണം ഓരോ സ്റ്റോറും വരുന്നത്. ക്ലോസ്ലി അടുത്തായിരിക്കണം. ഇനി എന്താണ്? ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ. ഇപ്പൊ ഫ്യൂച്ചറില് നമ്മള് റേഡിയോളജിയിലൊക്കെ പഠിച്ചല്ലേ, ഫ്യൂച്ചറില് ഡിപ്പാർട്ട്മെന്റ് വലുതാക്കുകയാണെങ്കിൽ എന്താണ്? അതിനുള്ള സ്പേസും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യം പഠിച്ചില്ലേ? ഭാവിയിൽ എന്താണ്? വില വിപുലീകരിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കണം ഈ സ്റ്റോറ്
ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്യൂച്ചർ ഗ്രോത്ത് ഓർ ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊസീജിയർ, ഭാവിയില് വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്റ്റോറിന്റെ ആ പ്ലേസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് അവൈലബിലിറ്റി ഓഫ് വെഹിക്കിള്, ഇപ്പോ എന്താണ് ഡ്രഗുകളൊക്കെ മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള വാഹനങ്ങളിൽ ചിലപ്പോൾ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുള്ള കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്താണ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങളുടെ സൗകര്യങ്ങള് അവൈലബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം, സ്റ്റോറിങ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് പാർക്കിംഗ് ആൻഡ് അൺലോഡിങ്, പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം, അതുപോലെ തന്നെ അൺലോഡ് ചെയ്യാനായിട്ടുള്ള എന്താണ് സ്റ്റോർ ഓരോ മെറ്റീരിയൽസ് ഇറക്കാനായിട്ടുള്ള സൗകര്യവും ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ്. ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെക്കാനായിട്ടുള്ള സ്ഥലം സ്റ്റോറിനുണ്ടായിരിക്കണം. മനസ്സിലായോ? ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ വെക്കാനായിട്ടുള്ള സ്പേസ്, വെറുതെ സ്റ്റോർ പണിതിട്ടിട്ട് കാര്യമില്ലല്ലോ, ആ സാധനങ്ങൾ വെക്കാനായിട്ട് സ്പേസ് വേണ്ടേ അവിടെ, അതിനുള്ള സ്പേസും ആ സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ, ഓരോ മെറ്റീരിയൽസും സേഫ് ആയിട്ട്, ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ കാര്യം നമ്മൾ പഠിച്ചല്ലോ നേരത്തെ, നമ്മൾ പഠിച്ചില്ലേ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയായിരുന്നു? മെർക്കുറി അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ്, അതുപോലെ ഡെറ്റോള്, ഫിനോയില്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്താണ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആണ്. ആസിഡ്, സ്പിരിറ്റ്, അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സേഫ് ആയിട്ട് വെക്കാനായിട്ടുള്ള സൗകര്യവും സ്റ്റോറില് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് സേഫ്റ്റി അല്ലെ, ഓരോ സാധനങ്ങൾ വെക്കാനും അതുപോലെ തന്നെ അവിടെ പണിയെടുക്കുന്ന സ്റ്റാഫുകൾക്ക്, ജീവനക്കാർക്ക് നല്ല രീതിയിലൊരു സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ എന്താണ് ഇൻഫ്ലെയിമബിൾ അല്ലെ, തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ മാറ്റാനും അവിടുത്തെ ജീവനക്കാരെ സേഫ് ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും എവിടെ ഉണ്ടാവണം? സ്റ്റോറിൽ ഉണ്ടാവണം. ഇത്രയും 8 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ലൊക്കേഷനുമായിട്ട്, സ്റ്റോറ് പണിയുമ്പോൾ അതിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതൊക്കെ സ്റ്റോർ ആണോ ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ അടുത്തായിരിക്കണം സ്റ്റോർ, ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം സ്റ്റോർ പണിയേണ്ടത്. ക്ലോസർനെസ്, അതുപോലെ എന്താണ് ഇപ്പൊ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വിപുലീകരിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം സ്റ്റോറ് പണിയേണ്ടത്. അവൈലബിലിറ്റി ഓഫ് വെഹിക്കിൾ, വാഹനങ്ങൾ വരാനും പോകാനും ഉള്ള സൗകര്യം സ്റ്റോറിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് പാർക്കിംഗ് ചെയ്യാനായിട്ടും അൺലോഡിങ് ചെയ്യാനായിട്ട്, സാധനങ്ങൾ ഇറക്കി വെക്കാനും കയറ്റാനും അങ്ങനെയുള്ള സൗകര്യങ്ങള് സ്റ്റോറിന് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ആഡിക്വേറ്റ് ടേണിംഗ് സ്പേസ് അല്ലെ, ഓരോ നമ്മള് സ്റ്റോർ പണിതിട്ടാൽ മാത്രം പോരാ, എന്താണ് അത് ഓരോ സാധനങ്ങളും മെറ്റീരിയൽസ് നല്ല രീതിയിൽ വെക്കാനായിട്ടുള്ള സ്പേസും ആ സ്റ്റോറിന് ഉണ്ടാവണം. ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ, ആസിഡ്, സ്പിരിറ്റ്, ഫിനോയില്, ഡെറ്റോള്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്ത് ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സ്റ്റോറില് സൗകര്യം ഉണ്ടാവണം. ഇനി എന്താണ് സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെയുള്ള ജീവനക്കാർക്കും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്തണം. ഇനി ഇൻഫ്ലെയിമബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തീപിടുത്തമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ജീവനക്കാരെ പെട്ടെന്ന് മാറ്റാനും ജീവനക്കാർക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സ്റ്റോറിലുള്ള ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ആ സ്റ്റോറിന് ഉണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർ. സ്റ്റോറിൽ പല ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട്. എന്തൊക്കെയാണ് നോക്കിയേ? സ്റ്റോർസ് മാനുവൽ. എന്താ സ്റ്റോർസ് മാനുവല്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഇവ, പിന്നെ അതുപോലെ തന്നെ എന്താണ് സ്റ്റാഫുകളുടെ ടൈമിങ്, ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്,
അങ്ങനെയുള്ള ഷിഫ്റ്റുകൾ ഉണ്ടാവുമല്ലോ അവർക്ക്, അങ്ങനെയുള്ള ടൈമിങ് അതൊക്കെ എഴുതി വെക്കുന്ന മാനുവൽ ആണ് എന്ത് സ്റ്റോർസ് മാനുവല്. കിട്ടിയോ? എന്താണ് സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ അവിടെ എന്താണ് അവിടെയുള്ള സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, പേര് വിവരങ്ങള് അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതുപോലെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇനി അവരുടെ ടൈമിങ് ഡേ ഷിഫ്റ്റ് ആണോ നൈറ്റ് ഷിഫ്റ്റ് ആണോ അങ്ങനെയുള്ള ടൈമിങ് ടൈം ഷെഡ്യൂളിങ്ങും ഈ മാനുവലില് റെക്കോർഡ് ചെയ്യും. അതാണ് എന്ത് സ്റ്റോർസ് മാനുവൽ. കിട്ടിയോ സ്റ്റോർസ് മാനുവല്? മനസ്സിലായോ? ഇനി എന്താണ് പർച്ചേസ് റിക്വസിഷൻ. നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്, റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അഭ്യർത്ഥന അല്ലെ? ഓർമ്മയുണ്ട് അതൊക്കെ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്താ പറയണത് സ്റ്റോർസ് മാനുവൽ പറയണോ? സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ ആ സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ടൈം ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന മാനുവൽ ആണ് എന്ത് ഒരു ബുക്ക്. അതാണ് എന്ത് സ്റ്റോർസ് മാനുവല്. കിട്ടിയോ? ഇനി പറയണോ സ്റ്റോർസ് മാനുവൽ? എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ. ഇനി എന്താണ് പർച്ചേസ് റിക്വസിഷൻ, അഭ്യർത്ഥന അല്ലെ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന എന്താണ് അഭ്യർത്ഥന. അതാണ് എന്ത് പർച്ചേസ് റിക്വസിഷൻ. എന്താണ് പർച്ചേസ് റിക്വസിഷൻ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന അഭ്യർത്ഥന. ഇനി പർച്ചേസ് പ്ലാൻ. എന്താണ് പർച്ചേസ് പ്ലാൻ? എന്തായിരിക്കാം? എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ള ആസൂത്രണം അല്ലെ? ഒരു സാധനം എങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെ? അങ്ങനെയുള്ള ഓക്കെ എങ്ങനെ പർച്ചേസ് ചെയ്യണം എന്നുള്ള ആസൂത്രണം എന്നുള്ള പ്ലാൻ ആണ് എന്ത് പർച്ചേസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി പർച്ചേസ് ഓർഡർ എന്താ? പർച്ചേസ് ഓർഡർ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ പർച്ചേസ് ഓർഡർ? ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാ? ലീഗൽ എഗ്രിമെന്റ്. എന്ത് എഗ്രിമെന്റ്? ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെന്റ് ആണത്? കസ്റ്റമറും സപ്ലയേഴ്സും അല്ലെ? കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ളൊരു ലീഗൽ എഗ്രിമെന്റ് ആണ് എന്ത് പർച്ചേസ് ഓർഡർ. ഇനി എന്താണ് ഡെലിവറി ചലാൻ അല്ലെ? ഡെലിവറി ചലാൻ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോ ഉള്ള ഫോർമൽ ഡോക്യുമെന്റ്. എന്താണ് ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞാല്? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകുമ്പോ കൊടുക്കുന്ന എന്ത് ഫോർമൽ ഡോക്യുമെന്റ് ആണ് ഡെലിവറി ചലാൻ. ഇനി എന്താണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്? ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്താ? എത്ര മെറ്റീരിയൽസ് ഇവിടെ എത്തി അല്ലെ? റിസീവ് ചെയ്തു എന്നത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അല്ലെ? അതല്ലേ ഗുഡ്സ് റിസീവ്ഡ്? ഗുഡ്സ് റിസീവ് ചെയ്യുന്നു. റിസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീകരിക്കുക. അപ്പൊ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറിലേക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന നോട്ടാണ് എന്ത് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. കിട്ടിയോ? ഇത്ര കാര്യം ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് ഗുഡ്സ് റിട്ടേൺ നോട്ട്? അത് എന്താണ് ഗുഡ്സ് റിസീവ്ഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പറയാൻ പറ്റുമോ അത്? എന്താണ് ഗുഡ്സ് റിട്ടേൺഡ് നോട്ട്? തിരിച്ചയച്ചതല്ലേ? തിരിച്ച് സാധനങ്ങൾ റിട്ടേൺ ചെയ്തത്. ഓക്കെ. ഇനി നോക്കിയേ മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. മെറ്റീരിയൽസിന്റെ അഭ്യർത്ഥന അല്ലെ?
എന്താണ് ചിലപ്പോ ചില ഹോസ്പിറ്റലുകൾ തന്നെ എന്ത് ചെയ്യാറുണ്ട്, മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാറുണ്ടാ? ഓർമ്മയുണ്ടാ പറഞ്ഞ കാര്യങ്ങള്? ചിലപ്പോ ചില ഹോസ്പിറ്റൽസ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, അവിടെ വെച്ച് തന്നെ അവര് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അപ്പോ അവർക്ക് എന്താണ് ചില മെറ്റീരിയൽസ് വേണ്ടി വരാറുണ്ട് അല്ലെ? അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മെറ്റീരിയൽസ് വേണ്ടി വരും. അങ്ങനെ വരുന്ന മെറ്റീരിയൽസിന്റെ അഭ്യർത്ഥന, റിക്വസിഷൻ ആണ് എന്ത്, മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. ക്ലിയർ ആയോ? എന്താണ് ചില ഹോസ്പിറ്റല് ചിലപ്പോ അവിടെ വെച്ച് തന്നെ അവര് തന്നെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ടാക്കാറുണ്ട്. ആ മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ ചില മെറ്റീരിയൽസ് അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ മെറ്റീരിയൽസ് തരുന്നതിന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. ഇനി പിൻകാർഡ്. പിൻകാർഡ് എന്താണ്? സ്റ്റോറിൽ ഐറ്റംസിന്റെ സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പിൻകാർഡ്. കുറെ ഐറ്റംസ് എന്താണ് പിൻകാർഡില്, പേഷ്യന്റ് നെയിം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ അപ്പൊ എന്താണ് സ്റ്റോറിൽ ഐറ്റംസിന്റെ സ്റ്റോക്ക് പൊസിഷൻ എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് സ്റ്റോഴ്സ് ലെഡ്ജർ അല്ലെ? എന്താണ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്കിൽ ഉണ്ട് എന്ന് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ രേഖപ്പെടുത്തി വെക്കുന്നതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. സ്റ്റോറിൽ എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട് എന്ന് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. ക്ലിയർ ആയോ? ഇത്ര വരെ കിട്ടിയോ എല്ലാവർക്കും? ഇനി ലാസ്റ്റ് വണ്ണാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. അത് പറയാൻ പറ്റുമല്ലോ, എന്താ ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ? പറയാൻ പറ്റോ? ഡെഡ് സ്റ്റോക്ക് എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് വരും. പിന്നെ എന്താണ് കാലാഹരണപ്പെട്ടത് അല്ലെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് എന്ത്, ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. കാലാവധി കഴിഞ്ഞത്. ഓക്കെ മനസ്സിലായില്ലേ? എക്സ്പയറി ആയിട്ടുള്ളത്, കാലാഹരണപ്പെട്ടത്, അതുപോലെ എന്താണ് ഓൾഡ് എന്താണ് അപ്ഡേറ്റഡ് ആയത്, അങ്ങനെയുള്ള ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഉപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ്, അതാണ് കാലാഹരണപ്പെട്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ്പയറി ആയിട്ടുള്ളത്, കാലാഹരണപ്പെട്ട മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ എന്താണ് ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ്, അതൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന, റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ആണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് എന്ത്, ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. ഇത്രയും വരെ നാളെ വരുമ്പോ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആയി ഇത്ര വരെ? ഓക്കെ, താങ്ക് യു.